شلي الجرى مني تحجرني بود إنساني يا قلا هلاني يا فرحي وحساني للا لا للا لا 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 للا لا للا لا لا للا لا للا لا 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 ترى دنيا دوارا. അല്ല ജമീൽ, അല്ല ഹുബുൻ ജമീൽ എന്ന് പറയും. അല്ല മുഞ്ചനാണ്. അള്ളാഹ്ക്ക് മുഞ്ച് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സൊന്നും ശരിയില്ലാതെ ഇങ്ങനെ വന്നപ്പോൾ റസൂലുള്ള വേറൊരു സഹാബിനോട് ചോദിച്ചു, എന്താ അയാൾ ഇങ്ങനെ? അന്നേരം പറഞ്ഞ്, വലിയ പൈസക്കാരനാണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, പിന്നെ എന്താ ഈ കോലത്തിൽ വന്നിന്? അന്നേരം റസൂലുള്ള പറയുക, നല്ല ഡ്രസ്സ്, നല്ല വണ്ടി, നല്ല രീതിയിൽ ജീവിക്കണോ. മാഷാ അല്ലാ. അല്ല ജമീൽ, അല്ല ഹുബുൻ ജമീൽ എന്ന് പറഞ്ഞു. അള്ളാ വല്ലാത്ത മൊഞ്ചനാണ്, അള്ളാഹ്ക്ക് മൊഞ്ചു വല്ലാത്ത ഇഷ്ടമാണ്. അല്ല മനുഷ്യനെ പടച്ചത് തമ്മായിലൂടെയാണ്, ആർത്തിപ്പണ്ടാരായിട്ട്. ഇപ്പം നോക്ക്, എൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഒരു ദിവസം വീഡിയോ ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വീഡിയോ ഇടണമെന്ന്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് എനിക്ക് പിരാന്ത, നീ എന്നാ ഈ കളിക്കുന്നു, മോളെല്ലാം ബാകാനില്ലേ? ഞാൻ അവനോട് പറഞ്ഞ്, ഇതെല്ലാവരും പറയുന്ന ഡയലോഗാണ്, നീ ഒന്ന് മാറ്റി പറയാൻ. അതായത് ये तो अक्का दुनिया बोलता हुआ डायलॉग है ये तो अक्का दुनिया बोलता है तेरा एक कमी है तू भी बोला अभी बराबर हो गए. ഇതെല്ലാവരും പറയുന്ന ഡയലോഗാണ്. നിൻ്റെ ഒരാളെ കുറവുണ്ടായിരുന്നു, നീയും കൂടി പറഞ്ഞു നോക്കുമ്പോൾ അത് ശരിയായി എന്ന് പറഞ്ഞു. ക്യാ കരേഗ യാർ, ദിൽ ദിവാന ഹേ, ദിൽ ടു പാഗലേ. ഞാൻ ഇന്ന് നല്ലൊരു രസം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒമാനിൽ ഈ കറുപ്പന്മാർക്ക് വെളുത്ത പെണ്ണിനെ കൊടുക്കൂല, മനസ്സിലായ? അപ്പോൾ നമ്മളെ സെറൂർ ഒരു ദിവസം ജുമാക്ക് നിസ്കാരത്തിന് പോയ സമയത്ത് ബലൂച്ചിയാണ് ഖത്തീബ്. അപ്പോൾ ഖുത്തുബക്ക് പോയ സമയത്ത് ഖുത്തുബയിൽ നമ്മളെ ഖത്തീബ് പറഞ്ഞ്, നിങ്ങൾ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ പാടില്ല, അള്ളാൻ്റെ റസൂൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരപ്പെട്ടൊരു ബയലങ്ങ് തുടങ്ങി. ബയലെല്ലാം കഴിഞ്ഞ പാട്, നിസ്കാരമെല്ലാം കഴിഞ്ഞ പാട്, എല്ലാവരും പുരക്കെത്തിയ സമയത്ത് മെല്ലനെ സുറൂർ ഈ ഖത്തീബിൻ്റെ പുരക്കേക്ക് പോയി. അപ്പോൾ ഈ ബലൂച്ചികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മൊഞ്ചന്മാരാവേ. അവർ പാട്ട് തന്നെ ഉണ്ട്, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുന്ദരനും സുന്ദരികളിലും അറബികളാണ്, അതിനേക്കാളും മൊഞ്ചന്മാർ ബലൂച്ചികളാണ് എന്ന് പറഞ്ഞിട്ട്. അത് ആ ഒമാനിലുള്ളൊരു പെണ്ണ് പാടിയ, ഒരു പാട്ടുകാരി പാടിയതാണ്. അപ്പോൾ ഇവൻ നേരെ പോയി നമ്മളെ ഖത്തീബിൻ്റെ പേർക്ക് പോയിട്ട് പറഞ്ഞ്, എനിക്ക് നിങ്ങളെ മോളെ കല്യാണം കഴിക്കണോ. പടച്ചോനെ, തുടങ്ങിയില്ലേ പ്രശ്നം. നീ എന്തെന്നാടെ പറയുന്നത്, കറുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ പോലെ ഉണ്ടോ? അങ്ങനെ നീ എന്നാടാ പറയുന്നതെന്ന് പറഞ്ഞ് ലോക പ്രശ്നമായി. ലാസ്റ്റ് ഇവൻ്റെ ഉപ്പ വന്ന് ഇവൻ അടിയോടടി അടിച്ച് പൊരക്കെ കൊണ്ടുപോയി. അതാണ് നമ്മളെ സെറൂർ. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ വലിയ പൈസ കൊടുക്കണം. പെൺകുട്ടികളെ കല്യാണം എന്നെല്ലാം പറഞ്ഞാൽ 10, 30, 35 വയസ്സല്ലാവും. ഓരോരുത്തരുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ വെച്ചിരുന്ന് ആരായി കൂടുതൽ പൈസ തരുന്നതെന്ന് നോക്കിയിട്ട്, മെഹറാരാ കൂടുതൽ തരുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് മൂത്ത് നിരച്ചതിന് ശേഷമാണ് ലാസ്റ്റ് കല്യാണം നടക്കുക. അപ്പം ഞാൻ സെറൂറിനോട് ചോദിച്ചു, അല്ലടാ സെറൂറെ, എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേന്ന് എന്ന് പറഞ്ഞു എന്നോട്. എന്താടാ ചോദിച്ചു. അന്നേരം പറഞ്ഞടാ, രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ പോയിട്ട് ഞാൻ എൻ്റെ മുഖം കാണുന്നത് കറുത്ത മുഖം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒരു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുകയും ചെയ്യില്ല, എന്നെ തച്ചോലും നാട്ടുകാർ. ഞാൻ കറുപ്പിനല്ലേ തന്നെയല്ലേടാ കല്യാണം കഴിക്കണ്ടേ, 10-50 ലക്ഷം ഉറുപ്പെല്ലാം കൊടുത്തിട്ട് കഴിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് രാവിലെ ഇവളെ മുഖേലെ, ഈ കറുത്ത മുഖേനെ ഞാൻ കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ കഴിക്കുകയേ ചെയ്യില്ല, ഞാൻ എവിടെയെങ്കിലും പിരിപ്പില്ല ചെന്നൈയിലായിട്ട് പോയിട്ട് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനത്തെ സെറൂറിന് ഒരു ദിവസം വീഡിയോയിൽ വന്നപ്പോൾ എന്തോ ഒരു തക്കാളി അങ്ങനെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലോക കുഴപ്പാക്കും, എന്നെ കണ്ടു കഴിഞ്ഞാൽ ലോക കുഴപ്പാക്കില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, നിന്നോടാ ഇത് എന്ത് സാധനമാടാ, ഇത് ബടക്ക് സാധനമില്ല, അങ്ങനെയല്ലടാ ഇങ്ങനെയല്ലടാ, നീയെല്ലാം പറഞ്ഞാൽ നമ്മളെ നാടിനും നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, കള്ളന്മാർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയല്ല വർത്തമാനം പറയാം. രസത്തിൽ പറയുന്ന കേട്ടോ എന്നോട്. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല, ഓൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ദേഷ്യം പിടിക്കലില്ല. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ എന്നോട് പറഞ്ഞു എന്ത് നാടാ അങ്ങനാടാ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് കൂക്കിയും പാടെല്ലാക്കും. ഞാൻ പറഞ്ഞടാ നിൻ്റെ നാട്ടിൽ എന്നാടാ ഉള്ളേ? ഒരു തക്കാളി ഉണ്ട്, ഒരു പച്ചമുളക് ഉണ്ട്, ഒരു ഫ്രൂട്ട് ഉണ്ട്, എന്തിനാ ഉള്ളത് നിൻ്റെ നാട്ടിൽ? ആകെ ഉള്ളത് ഒരു പെട്രോളല്ലേടാ. നമ്മളെ നാട്ടിലെ കാട് വിറ്റാൽ മതിയടാ, കാട്ടിലെ മരം വിറ്റാൽ മതി, നിൻ്റെ നാട്ടിനെ വിലക്ക് മേടിക്കാൻ കഴിയൂടാ എന്നെല്ലാം പറഞ്ഞ് ഞാനും ഇളക്കി. ഞാൻ വിടൂല തന്നെ. എന്തായാലും എന്നോട് പറയാം ഒരു കാര്യത്തിൽ എൻ്റെ നാട്ടിലൊന്നും ഇല്ലയെന്നാ. എനിക്കറിയാടാ, ഒരു ജപ്പാൻകാരൻ, ഒരു മലേഷ്യക്കാരൻ, ഒരു ഇന്ത്യക്കാരൻ, ഒരു പാകിസ്ഥാനി, ഒരു അഫ്ഗാനി എല്ലാം കൂടിയിട്ട് ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജപ്പാൻകാരൻ എന്തോ ഒരു ക്യാമറ പോലുള്ള സാധനം എടുത്ത് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് ആ വലിച്ചേറി കടലിലേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നാടാ ഇങ്ങനെ വലിച്ചെറിയുന്നു? എന്ന് പറഞ്ഞാൽ കല്ലിവൊല്ലി സെയിം വാജിദ് മൗജൂദ് ബിലാൽ മല്ലാനെ കല്ലിവൊല്ലി പോട്ട് വിട്ടറാ. ഇതേപോലത്തെ ഒരുപാട് സാധനമുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പാടന്നെ ജപ്പാൻകാരൻ അങ്ങ് മേലെ പൊന്തി നിൽക്കല്ലേ ഇന്ന്. അപ്പോൾ ഇന്ത്യക്കാരൻ വിചാരിച്ചല്ലടാ ജപ്പാൻ പൊന്തി, അപ്പം നമുക്കൊന്ന് പൊന്തണ്ടെന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്ത് ഫ്രൂട്ട്സാ മറ്റോ ഇവർ കപ്പലിൽ നാട് ചുറ്റാൻ വേണ്ടി പോകുന്നവരല്ലേ, ഒരു പെട്ടി ആപ്പിളിങ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം തിന്നിട്ട് ബാക്കി പെട്ടി അടക്കെടുത്തങ്ങ് ചാടി. അപ്പാടന്നെ ഒമാനിക്ക് ദേഷ്യം പിടിച്ചില്ലേ. ദേഷ്യം പിടിച്ചിട്ട് ഒമാനി പറഞ്ഞ് നീ എന്താടാ കളിക്കുന്നത്? എനിക്ക് ദേഷ്യം പിടിച്ചടാ. എന്നോട് പറയാം എനിക്ക് ദേഷ്യം പിടിച്ചു. നീ എന്താടാ കളിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു പെട്ടി ബോക്സ് നിറച്ചു കൊടുത്തിട്ടുള്ള ആപ്പിളെടുത്ത് നീ കളഞ്ഞത്? അപ്പോൾ അതിലൊരു ബംഗാളി ഉണ്ട് കേട്ടാ. അപ്പോൾ ഇന്ത്യയും മേലേലായി, ജപ്പാനും മേലേലായി, പാകിസ്ഥാനും വിചാരിച്ചപ്പോൾ അടച്ചോനെ എൻ്റെ നാട് താഴത്തല്ലേ നിൽക്കുന്നത്, എനിക്കൊന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെന്തോ അവൻ്റെ നാട്ടിലെ സാധനം എടുത്ത് കഴിക്കാൻ വേണ്ടി ചെയ്ത് ബാക്കിയെടുത്ത് അറ്റ്. പിന്നെയോ സെറൂറിന് ദേഷ്യം പിടിച്ച്. സെറൂറിന് എന്താടാ ഇത് എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞാൽ കല്ലിവല്ലി സെയിം വാജിദ് മൗജൂദ് ബിലാൽ മല്ലാനെ എന്ന് പറഞ്ഞു. പടച്ചോനെ എല്ലാവരും ഇങ്ങനെ പൊന്തി നിൽക്കുന്നു, എനിക്ക് പൊന്തണ്ടേ. ഓനെന്ത് ചെയ്ത് ബംഗാളിനെ പോയിച്ച് കടലിലേക്ക് ഒരേറി. അപ്പോൾ എല്ലാവരും ഞെട്ടി ഇതെന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതെന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു കല്ലിവല്ലി സെയിം വാജിദ് മൗജൂദ് ബിലാൽ മല്ലാനെ എന്ന് പറഞ്ഞു. അതാണ് സെറൂർ. വല്ലാത്തൊരു സെറൂറാണ്. ഒരു ദിവസം സെറൂർ എന്നോട് പറഞ്ഞ് എന്തല്ലോ ഇങ്ങനെ കുറിച്ചൊക്കെ കുറേ പൈസയെല്ലാം തരാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്താ നീ പൈസ തരാത്ത? നാളെ ഖബറിൽ റബ്ബുക്കാമൻ ദീനുക്കാന്നെല്ലാം ചോദിക്കുമ്പോൾ നീനോട് നീ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ഹക്കടപാടെല്ലാം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഖബറിൽ വിഷമമില്ലേ? അന്നേരം എന്നോട് അവൻ പറയുക അന്നേരം ഞാനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ പഠിപ്പിച്ച കുറേ മലയാളം ഉണ്ടല്ലോ, ഞാൻ ആടുന്ന മുങ്കർ നക്കീർ വന്നു കഴിഞ്ഞാൽ മുങ്കർ നക്കീറിനോട് പറയും ഞാൻ നീ പഠിപ്പിച്ചെന്ന് മലയാളം പറയും ഞാൻ. അന്നേരം മുങ്കർ നക്കീറിനൊന്നും മനസ്സിലാവില്ല, മുങ്കർ നക്കീർ പോകും. ഞാൻ കുറേ മലയാളം പഠിപ്പിച്ചവനാ, നല്ലപോലെ സംസാരിക്കും മലയാളം. മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ എല്ലാം കഥ ബോറടിച്ച. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുക എനിക്ക് നടപ്പില്ല എന്താ. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് അക്ക ദുനിയ യഹി ബോൽത്താ ഹൈ, അക്ക ദുനിയ യഹി ബോൽത്താ ഹൈ, തേരാ ഏക് കമി താ തൂ ഭി ബോലാ ബറാബർ ഹോഗാ. മനസ്സിലായ? ഓക്കെ, ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക്. ബൈ ബൈ. സമ്മോനി.